ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശിൽ വീണ്ടും കലുഷിതമായ സാഹചര്യമാണ്. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലെ തങ്ങളുടെ കേന്ദ്രം കത്തിച്ചതായി ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് ശനിയാഴ്ചയെന്ന് പറഞ്ഞു. ഇസ്കോണിന്റെ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരമൻ ദാസ് ഒരു എക്സ് പോസ്റ്റിലൂടെയാണ് കാര്യങ്ങൾ അറിയിച്ചത്. ശ്രീ ശ്രീ ലക്ഷ്മി നാരായണന്റെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിനുള്ളിലെ എല്ലാ വസ്തുക്കളും പൂർണ്ണമായും കത്തിനശിച്ച കേന്ദ്രം ധാക്കയിലാണ്. നംഹട്ട പ്രോപ്പർട്ടിയിലെ ക്ഷേത്രത്തിനുള്ളിൽ വിഗ്രഹങ്ങൾ നശിപ്പിച്ച് സമുദായ അംഗങ്ങളെയും വൈഷ്ണവ ക്രമത്തെയുമൊക്കെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം എന്ന് ഇസ്കോൺ കൊൽക്കത്ത വൈസ് പ്രസിഡന്റ് രാധാരമൻ ദാസ് PTIയോട് പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ 2-3 മണിക്ക് തുരാഗ് പോലീസിന്റെ അധികാര പരിധിയിലുള്ള ധൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹരേ കൃഷ്ണ നംഹട്ട സംഘത്തിന്റെ കീഴിലുള്ള ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രത്തിനും ശ്രീ ശ്രീ മഹാഭാഗ്യലക്ഷ്മി നാരായൺ ക്ഷേത്രത്തിനും അക്രമികൾ തീയിട്ടു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുള്ള തകര മേൽക്കൂര ഉയർത്തി പെട്രോളോ മറ്റ് ഇന്ധനമോ ഉപയോഗിച്ചിട്ടാണ് തീയിട്ടിരിക്കുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾക്ക് നേരെയുള്ള ടാർഗറ്റ് ചെയ്തിട്ടുള്ള അക്രമങ്ങൾ നിർബാധം തുടരുകയാണ് ബംഗ്ലാദേശിലെ ഇടക്കാല ഗവൺമെന്റിന്റെ ശ്രദ്ധ ഇസ്കോൺ ആകർഷിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ പരാതികൾ പരിഹരിക്കുന്നതിനും അവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനും പോലീസും ഭരണകൂടവും കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ദക്ഷിണ ഏഷ്യൻ രാഷ്ട്രത്തിലെ ഹിന്ദുക്കളുടെ വിശാലമായ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദാസ് പറഞ്ഞത്. ഇസ്കോൺ ഇന്ത്യ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും ബംഗ്ലാദേശിൽ നിന്നുള്ള സന്യാസിമാരോടും അനുയായികളോടും തിലകം ധരിക്കരുത് എന്നും അവരുടെ വിശ്വാസം വിവേകത്തോടുകൂടി ആചരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്നു. അക്രമം രൂക്ഷമായ സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കപ്പെട്ട് കസ്റ്റഡിയിൽ കഴിയുന്ന ചിന്മയ കൃഷ്ണദാസിന്റെ സുരക്ഷയിലും ദാസ് ആശങ്ക ഉയർത്തി. ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുകയും അവാമി ലീഗിനെ ഓഗസ്റ്റിൽ പിരിച്ചുവിടുകയും ചെയ്തതു മുതൽ ബംഗ്ലാദേശിൽ മുഴുവനും ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇസ്കോൺ സ്വത്തുക്കൾ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ രാധാരാമൻ ദാസ് വാർത്താ ഏജൻസിയായ NIAയോട് വ്യക്തമായും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മതന്യൂനപക്ഷങ്ങളുടെ തലവന്മാരുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. യോഗത്തിന് ശേഷം സ്ഥിതി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ ഞങ്ങൾ കാണുന്നത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ഇസ്കോൺ നിരോധിക്കുന്നതിന് അന്ത്യശാസനം നൽകുന്നതിന്റെ ഭീഷണി വീഡിയോകൾ എനിക്ക് സ്ഥിരമായി ലഭിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം അവർ ഇസ്കോൺ ഭക്തരെ കൊലപ്പെടുത്തും. ഇസ്കോൺ ഭീകരരാണ് എന്ന് പറഞ്ഞ് ഭക്തരെ കൊലപ്പെടുത്തും. കാരണം ഇസ്കോൺ ഭീകരവാദ സംഘടനയാണ്, നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കലാപകാരികളായ ജമാഅത്തെ ഇസ്ലാമികൾ ബംഗ്ലാദേശിനെ സമീപിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരമേറ്റതു മുതൽ ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ബംഗ്ലാദേശിൽ മുഴുവനും വിവിധ സ്ഥലങ്ങളിൽ ഇസ്കോൺ സ്വത്തുക്കൾ ആക്രമിക്കപ്പെട്ടു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എല്ലാ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷങ്ങളെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതാണ്. ഇന്ത്യ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിരുന്നു, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച വരുത്തിയാൽ മാനിയുടേതിന് സമാനമായിട്ടുള്ള ഗതിയാകും നിങ്ങൾക്കെന്ന്. തീവ്രവാദ നടപടികളുടെ ഉയർച്ചയിലും ഹിന്ദുക്കൾക്കെതിരായി വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിലും ഗൗരവമായ ഉത്കണ്ഠയോടുകൂടിയാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ കാര്യം അറിയിച്ചത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ കൊല്ലം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി DYFI ഇന്ന് മാർച്ച് നടത്തിയെന്ന് തോന്നുന്നു. DYFIയുടെ സംസ്ഥാന ട്രഷറർ RR അരുൺ ബാബുവാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. പ്രകടനം നടത്തിയെന്നറിയില്ല, പ്രതിഷേധം പ്രകടിപ്പിച്ചു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് കൊല്ലത്തെ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാകുന്നില്ല എന്നാണ് DYFIയുടെ പോസ്റ്റ് കണ്ട പലരും കമന്റായി കുറിച്ചിരിക്കുന്നത്. ചിന്നക്കട പോസ്റ്റ് ഓഫീസ് കൊല്ലത്താണ്, ബംഗ്ലാദേശിലല്ലെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂനപക്ഷം എന്നത് ലോകം മുഴുവൻ ഒരു പ്രത്യേക മതക്കാരാണ് എന്നാണ് ഇവരുടെ ധാരണയെന്നും അവിടെ അത് ഹിന്ദുക്കളാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നും ചിലർ അവരുടെ പോസ്റ്റിന്റെ താഴെ കമന്റായിട്ട് വരുന്നു. മുമ്പ് ആമസോൺ കാട് കത്തുന്നതിന്റെ പേരിൽ അവധി ദിവസം ബ്രസീൽ എംബസിക്ക് മുന്നിൽ സമരം നടത്തിയ ടീമല്ലേ എന്ന് ചിലർ ട്രോളുകയും ചെയ്യുന്നു. ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യയുടെ പശ്ചാത്തലത്തിൽ ഇടക്കാല ഭരണാധികാരിയായ മുഹമ്മദ് യൂനിസിന്റെ നോബൽ സമ്മാനം പുനഃപരിശോധിക്കണമെന്നുവരെ BJP MP ജ്യോതിർമയ് സിംഗിന് പറയേണ്ടി വന്നു.
ഇത് സംബന്ധിച്ച് നോബൽ കമ്മിറ്റിക്ക് BJP MP കത്തയക്കുകയും ചെയ്തു. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ തലവനായ യൂനിസ് ഹിന്ദുക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ അരങ്ങേറുമ്പോൾ നിശബ്ദത പാലിക്കുകയാണ്. ഈ നിശബ്ദത അക്രമികൾക്ക് പ്രോത്സാഹനവും മൗന അനുവാദവുമാണ് എന്ന് കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയും ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്ത അക്രമികൾ നിയമവാഴ്ച ഇല്ലാതാക്കിയിരിക്കുകയാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചയാൾക്ക് ഇങ്ങനെയാണ് ഹിന്ദു വംശഹത്യയിൽ മൗനം പാലിക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. ഹിന്ദു ആചാര്യനായ ചിന്മയ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ് നിലവിൽ. അദ്ദേഹത്തിന്റെ ജാമ്യത്തിനായി കോടതിയിൽ ഹാജരാകുവാൻ അഭിഭാഷകരെ പോലും അനുവദിക്കുന്നില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഒരു ഭാഗത്ത് അക്രമം അഴിച്ചുവിടുന്ന തീവ്രവാദികൾ, മറുഭാഗത്ത് അവരെ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന ഭരണകർത്താക്കൾ. ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് അക്രമികളുടെ അക്രമങ്ങൾക്ക് ഇരയാകുന്ന നിസ്സഹായരായ കുറെ ന്യൂനപക്ഷങ്ങളായ മനുഷ്യർ. വേറൊരു ഭാഗത്തോ അക്രമാസക്തമായിട്ടുള്ള മുദ്രാവാക്യങ്ങളും നിലപാടുകളും പ്രസ്താവനകളും വെല്ലുവിളികളും രംഗത്ത് വരികയാണ്. ഡൽഹിയിൽ വന്ന് ചെങ്കോട്ട കത്തിക്കുമെന്നാണ് ബംഗ്ലാദേശിലെ മുസ്ലിം പണ്ഡിതൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 14 കോടി ബംഗ്ലാദേശികളുണ്ടെന്നും അവരുടെ 28 കോടി കൈകൾ വന്ന് ചെങ്കോട്ട തകർക്കുമെന്നുമാണ് മുസ്ലിം പണ്ഡിതന്റെ അവകാശവാദം. പ്രധാനമന്ത്രി മോദിക്കും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും എതിരായ വെല്ലുവിളി എന്ന നിലയ്ക്കാണ് ഇയാളുടെ ആക്രോശം. ഡൽഹിയിൽ ഒരു ഖലീഫ ഭരണം സ്ഥാപിക്കുമെന്നും ഇദ്ദേഹം വെല്ലുവിളിക്കുന്നു. ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണത്തലവന്റെ പേരാണ് ഖലീഫ. മമതാ ബാനർജിക്കും നരേന്ദ്രമോദിക്കുമെതിരെ ഇയാൾ വെല്ലുവിളി നടത്തുന്നുണ്ട്. രണ്ടുപേർക്കുമെതിരെ അസഭ്യമായ ഭാഷയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുന്നുണ്ട്. ബംഗ്ലാദേശിന്റെ ശത്രു ഹിന്ദുസ്ഥാനാണത്രേ, ഇന്ത്യയാണത്രേ. അദ്ദേഹം ഇത് പറയുമ്പോൾ പ്രസംഗം കേൾക്കുന്ന ആളുകൾ മുഴുവനും ആ നേതാവിനെ അനുകൂലിച്ച് ഉറക്കെ ശബ്ദമുയർത്തുന്നതും വീഡിയോയിലുണ്ട്. MTV ബംഗ്ലയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഇവര് വിവരമില്ലാത്തവരാണെന്നോ ബുദ്ധിയില്ലാത്തവരാണെന്നോ വിവേകമില്ലാത്തവരാണെന്നോ അതുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നതെന്നോ ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രം ബോധവും വിശാല വീക്ഷണവും ഉള്ളത് കൊണ്ടാണ് നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്. ഇവരുടെ മതഗ്രന്ഥങ്ങളാണ് ഇവരെ ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത്. ലോകാവസാനത്തിന് മുന്നോടിയായി ഈ ലോകം മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ മതങ്ങളൊന്നുമില്ലായിരുന്നെങ്കിൽ ഈ ലോകം എത്ര സുന്ദരമാകുമായിരുന്നു, എത്ര മനുഷ്യന്മാർ ഈ ഭൂമിയിൽ നിന്നും ജീവിച്ചിരിക്കുമായിരുന്നു. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ഒരു കാലത്ത് ഇന്ത്യയും ഇന്ത്യൻ പട്ടാളവും നൽകിയ സേവനത്തിന്റെ വില ഇവർക്ക് ഏത് കാലത്ത് മനസ്സിലാകുമെന്നാണ്. വർഗീയത വിതച്ച് വർഗീയത കൊയ്തുകൊണ്ടിരിക്കുകയാണിവർ. ഇവർ ചിന്തിക്കുന്നില്ല. ഇവർക്ക് എല്ലാവർക്കും ഇന്ത്യയോട് ഇത്രമാത്രം എതിർപ്പുണ്ടാകാൻ എന്താണ് കാരണം? ഇപ്പോ ഇവര് 150 കോടി ഇന്ത്യക്കാരുള്ള ഇന്ത്യയോടാണ് 14 കോടി ആളുകളുടെ 28 കോടി കൈകളെ കുറിച്ച് പറയുന്നത്. ഇവർക്ക് ബുദ്ധിയില്ലായിട്ടാണോ അതോ ഇവർ ബുദ്ധിയില്ല എന്ന് അഭിനയിക്കുവാണോ? നന്ദി.